ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ പതിവ് പോലെ രേണുവൊക്കെ പുതിയ അപരാധവുമായി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്രാവശ്യം വലിയൊരു കോളാണ്. അങ്ങനെ പതിവ് പോലെ പ്രേക്ഷകരെ പുളകം കൊള്ളിക്കുന്ന രേണുവൊക്കെ ഇവിടെ വടക്കഥയുമായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. എന്താണ് വടക്കഥ എന്നല്ലേ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് കാണാം. അതിനു മുമ്പ് നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് വശം കൂടി നമ്മൾ കാണണം ഗൈസ്. ഒരു വീഡിയോ കണ്ടു, കാരണം ഒരു പണി അറിയാവുന്ന ഒരു അടിപൊളി എഡിറ്ററും ഒരു വീഡിയോഗ്രാഫറുടെ കയ്യിൽ രേണുക്കേനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് പ്രയോഗിക്കണം എന്ന് അവർ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം പ്ലേ ചെയ്യാം, എന്നിട്ട് ബാക്കി അപരാധങ്ങളിലേക്ക് പോകാം. സൂര്യോദയ ആകാശം പൊന്മാനം പുലർമഴ കാറ്റു ചെമ്പകം പൂത്തോട്ടെ കേട്ടോട്ടെ നീ എനിക്കുള്ള കന്നി പെണ്ണാണ്. എന്തായാലും കുറച്ച് പണി പെട്ടിട്ടുണ്ട്, എഡിറ്റർ ആയാലും വീഡിയോഗ്രാഫർ ആയാലും. അപ്പൊ നല്ല ആൾക്കാരുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്തു തരാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ അപരാധ പരിപാടിയിലോട്ട് പോകുമ്പോഴാണ് പേര് നാശാവണമെന്ന് ആലോചിക്കണം. ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെയും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ കൂടെയൊക്കെയുള്ള ഷോർട്ട് ഫിലിം. ഞാൻ ഉദ്ദേശം എന്താന്നുള്ളത് മനസ്സിലായില്ല നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ജു പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവനവന്റെ ഒരു ഡിഗ്നിറ്റി കളഞ്ഞിട്ട് വേറെ ഒരു പരിപാടിക്കും നിക്കല്ലേ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് വുമൻസ് ഡേയുടെ അന്ന് ഒരു വീഡിയോ അവർ ഇട്ടുണ്ടായിരുന്നു. രേണുസുതിക്കിട്ടുള്ള ഒരു കൊട്ടാണ്. ഓൺലൈൻ മീഡിയാസിന്റെ കാര്യം അറിയാലോ, അവരുടെയൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയെന്നും. പിന്നെ ഇവർക്കൊന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ റീച്ചിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റിപ്ലൈ കൊടുക്കും. എന്തായാലും മഞ്ജു പത്രോസ് പറഞ്ഞ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം എന്തായിരുന്നു ആ കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. ലേഡീസ് നമ്മുടെ വനിതാ ദിനല്ലേ, ലേഡീസ് ഡേ. അപ്പൊ അതുകൊണ്ടിട്ടൊന്ന് പറയണമെന്ന് തോന്നി. നമ്മള് എങ്ങനെയും ജീവിക്കാൻ പാടില്ല, ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട കേട്ടോ. നമ്മൾ നല്ല അഭിമാനത്തില് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ്. അത് ആണായാലും പെണ്ണായാലും ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരാള് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റ് ഉള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പൊ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ധൈര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരുത്തിനും കൊടുക്കരുത്, അതാണായാലും പെണ്ണായാലും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം കുറെ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോ ബാക്കിൽ കുറെ യൂട്യൂബേഴ്സ് വന്ന് നിന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് കുട്ടി ചിരിക്കുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ആ ഒരു അവസരം നമ്മൾ ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. എന്നോട് അത് പറയാൻ അവൻ പേടിക്കണം. അത് ഒരുത്തിനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്. അത് നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം ഒക്കെയാണ്. അതില് കുറച്ചിട്ടുള്ള സന്തോഷം മതി നമുക്കെന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ അച്ഛനമ്മ, എല്ലാവർക്കും നമ്മളെ കുറിച്ച് അഭിമാനിക്കണ്ടേ. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കണം. വഴി കൂടി പോണ ആരാണെങ്കിലും, ഏതവനാണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ അളന്ന് സംസാരിക്കാൻ അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവരുത്. അവൻ പേടിക്കണം. അവളോട് അത് പറഞ്ഞാൽ ശരിയാവില്ല, അവൾ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല എന്നുള്ളൊരു തോന്നല് നമുക്ക് മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട്. മോശമായിട്ട് ഒരാൾ സംസാരിച്ചെന്ന് തോന്നിയാൽ പിന്നീട് അവനത് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത് നിങ്ങൾ, കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് പറഞ്ഞ് ശരിയാണ്. കാരണം എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ചില ആൾക്കാർ അത് റീച്ചിന് വേണ്ടി തന്നെ നമ്മൾക്ക് ചോദിക്കും. ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വായന എന്തേലും വീട് കഴിഞ്ഞാൽ അതൊരു കണ്ടന്റ് ആക്കി പോസ്റ്റ് ചെയ്യാലോ എന്നുള്ള ലെവലിലുള്ള ഓൺലൈൻ മീഡിയാസ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന, ഏത് ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കാനും ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിനെ വളച്ചൊടിക്കാനും കഴിവുള്ള ചില ഓൺലൈൻ മീഡിയാസിനെ പറ്റി തന്നെയാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലവര് അത് മുതലെടുത്ത് അവനവന്റെ റീച്ചിന് വേണ്ടിയിട്ടും സംസാരിക്കാറുണ്ട് ഓൺലൈൻ മീഡിയാസിന്റെ അടുത്ത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ രേണുസുതിയും ചെയ്തിരിക്കുന്നത്.
കൂടുതൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും അപരാധങ്ങൾ കാണിച്ചു വെച്ചിട്ട് അവരെ വെളുപ്പിച്ച് പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നമുക്ക് എന്തായാലും ഇവർ ഉദ്ദേശിച്ച ആ വീഡിയോസ്, കുറച്ച് ഓൺലൈൻ മീഡിയസ് പകർത്തിയെടുത്ത ആ വീഡിയോസിലേക്ക് നമുക്ക് പോവാം. എന്റെ പടം കാണാതിരിക്കാൻ ഞാൻ പുത്തി നിൽക്കട്ടെ എന്നൊരു സാധനം. അപ്പൊ അതിനിടെ പല രീതിയിലും പലരും പല കമന്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ? കമന്റ് കണ്ടില്ല, അതെടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്ന കണ്ടു. അതിനകത്ത് പറയുന്ന സംഭവമാണ് നിന്റെ പടം അതിന് മാത്രം വലിയ പടയാണോ ചെറുതാണ് എന്നുള്ള രീതിയിൽ. ചെറുതാണ്, നല്ലതല്ല, ചെറുത്. അത് ഇവര് ചോദിക്കുമ്പോഴേക്കും അതിനുള്ള മറുപടി കൊടുക്കാനുള്ള ഒരു ധൈര്യം എന്ന് പറയാൻ പറ്റില്ല, വേറെന്തോ സംഭവം, അതൊന്നും നമ്മൾ നോക്കണം കേസ്. ചെറുതാണ് എന്ന് ഇതിനൊക്കെ എന്താ പറയുക? എടോ, ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ചെറുതാണ്, അത്രേ ഉള്ളൂ. അതിനെന്ത് ഞാൻ എന്ത് പറയാനതിനകത്ത്? അല്ല, ഞാൻ ഉദ്ദേശിച്ച് കഴിക്കുന്ന വട കേട്ടോ. ഇവരുദ്ദേശം എന്താന്ന് എനിക്ക് അറിയില്ല. മീൻസ് മറ്റേ ക്രിക്കറ്റ് കളി കളിക്കാറുണ്ടോ? ക്രിക്കറ്റ് കളി കുഞ്ഞിലേ കളിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പം ഇന്ന് നമ്മുടെ ഫൈനലാണ്. അപ്പം സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ച് ചേച്ചി കളി കാണാറുണ്ടോ? കുഞ്ഞിലെ പാകിസ്ഥാനും ഇന്ത്യ ഉണ്ടായിരുന്നു. സച്ചിൻ തെണ്ടുൽക്കറും ക്രിക്കറ്റ് കളി തന്നെയല്ല ചേച്ചി ഉദ്ദേശിക്കുന്നത്. അതിനെന്താ ചിരിക്കാനുള്ളത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചതും ക്രിക്കറ്റ് കളി കേട്ടോ. ജഡേജ ഒക്കെ ഉണ്ടായിരുന്നപ്പോ കാണാറുണ്ട്. ഞാൻ വലിയ ഫാനാണ് ജഡേജയുടെ, അജിത് അഗാർക്കറിന്റെ ആ സമയത്തൊക്കെ. എന്റെ പൊന്നു ജഡേജ, നിങ്ങൾ ഇവിടുന്ന് പൊക്കോ, അതാ നല്ലത്. ജഡേജയുടെ കളി കാണണ്ടെന്നാ പറഞ്ഞത്. നമ്മളും കളി കാണാറുണ്ട് വല്ലപ്പോഴൊക്കെ, അത്ര അഡിക്റ്റ് ഇല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ നമ്മൾ കളി കാണാറുണ്ട്. ഇല്ല, ഇപ്പൊ കളി കാണാറില്ല. ഞാൻ പണ്ടത്തെ കുഞ്ഞിലത്തെ മറ്റേ സച്ചിൻ തെണ്ടുൽക്കർ, അജിത് അഗാർക്കർ, അനിൽ കുംബ്ല, എന്താ പറയാ, ജഡേജ, അവരുടെയൊക്കെ ഫാനായിരുന്നു. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അതെ, ക്രിക്കറ്റ് കളി തന്നെ ആയിരിക്കും ചേച്ചി ഉദ്ദേശിച്ചുണ്ടാവുക. കുറ്റം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഒരു ചോദ്യം ചോദിച്ചിട്ട് ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ വരുമ്പോ അതിനെ റിപ്ലൈ കൊടുക്കുന്ന രീതികൾ നമുക്ക് തീരുമാനിക്കാം, കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ട്. മിണ്ടണ്ട, അവനവന് പറയാൻ താല്പര്യമില്ലെങ്കിലും മിണ്ടണ്ട. പിന്നെ റീച്ചിന് വേണ്ടിട്ട് തന്നെ ഇവന്മാരെ വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം കേട്ടോ. ഈ ഓൺലൈൻ മീഡിയാസ് ആയിട്ട് രേണുസുതി കൊളാബ് അടിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് വേണച്ചിട്ട് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്, റീച്ച് ആവാൻ വേണ്ടിയിട്ട്. റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ച ഒരു ഷോർട്ട് ഫിലിമിലെ കുറച്ച് രംഗങ്ങൾ നമ്മൾ 2-3 ദിവസം മുമ്പേ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതും കണ്ടു കാണല്ലോ. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ടാണ് നടക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് രേണുവക്കടക്ക് ഒരു കാര്യമാകുമ്പോഴേ നമുക്ക് തീരെയും പറയാൻ പറ്റില്ല. ഇവന്മാരിങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ട് വരും. ചോദ്യത്തിന് ഉത്തരം പറയണോ വേണ്ടോ തീരുമാനിക്കണം നമ്മളാ. എന്നാലും എന്റെ പൊന്നു ജഡേജേ, രേണുവക്ക ജഡേജയുടെ ഫാനാന്നാ പറയുന്നത്. ഇമാതിരി ആൾക്കാർക്ക് ഓരോ ബൈറ്റ്സും കൊടുത്തിട്ട് ഞങ്ങൾക്ക് വെറുതെ പണിണ്ടാക്കി വെക്കല്ലേ, അത്രേ പറയാനുള്ളൂ. ഒന്ന് നിർത്ത് അവരത് പിറവി. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗൈസ്, രേണുവക്ക കളി തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ വൈകാതെ തന്നെ അടുത്ത രേണുവക്കയുടെ കണ്ടന്റ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വരാവുന്നതാണ്. അപ്പൊ ഇപ്പത്തെ ഈ രേണുവക്കയുടെ കളിയെ പറ്റിയിട്ട്, വടയെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.